ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. HDFC ബാങ്ക് കഴിഞ്ഞ 5 വർഷം ഇൻവെസ്റ്റേഴ്സിനെ നിരാശപ്പെടുത്തിയ ഒരു സ്റ്റോക്കായിരുന്നു. 40% റിട്ടേൺ മാത്രമാണ് കഴിഞ്ഞ 5 വർഷം ഈ സ്റ്റോക്ക് നൽകിയത്. നിഫ്റ്റി 50യുടെ റിട്ടേൺ 104% നമ്മൾ ഓർക്കണം. അപ്പോൾ നിഫ്റ്റിയുമായി കമ്പയർ ചെയ്യുമ്പോൾ നിരാശപ്പെടുത്തിയ ഒരു അണ്ടർ പെർഫോമൻസ് ആയിരുന്നു HDFC ബാങ്ക് എന്നുള്ള സ്റ്റോക്ക് നൽകിയത്. നമുക്കറിയാം, ഇന്ത്യയിലെ ലിസ്റ്റ് ചെയ്ത സ്റ്റോക്കുകളിൽ ഏറ്റവും അധികം മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് റിലയൻസ് ആണ്. പക്ഷേ ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ള സ്റ്റോക്ക് HDFC ബാങ്കാണ്. അപ്പോൾ ഈ HDFCൻ്റെ ഒരു 3 വർഷത്തെ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു സൈഡ് വേസ് ആയിട്ട് മൂവ് ചെയ്യുന്നത് കാണാം. എന്നാൽ ഈ സ്റ്റോക്കിൽ ഇപ്പോൾ ചില പോസിറ്റീവ് മൂവ് നടക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 3 വർഷത്തെ ചാർട്ട് നോക്കിയാൽ പലപ്പോഴും അത് 1700, 1730 എന്നുള്ള ആ ഒരു ലെവലിൽ തട്ടിയിട്ട് താഴോട്ട് വരുന്നത് കാണാം. അപ്പോൾ ഈ ഒരു റേഞ്ച്, അതായത് ഈ 1717, 1734 ഈ ഒരു റേഞ്ച് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ലെവലാണ്. ഇതിൻ്റെ ഒരു സപ്പോർട്ട് ലെവലാണെങ്കിൽ അല്ല, ഏറ്റവും കുറഞ്ഞ ഒരു ലെവൽ എന്ന് പറയുന്നത് 1240, 1245 എന്നുള്ള ലെവലിലാണ് ഇത് സപ്പോർട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റേഞ്ചിലായിരുന്നു കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ സ്റ്റോക്ക് നമ്മൾ കാണാൻ കഴിയുന്നത്. എന്നാൽ ഇപ്രാവശ്യം ഈ ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ടുള്ള 1717, 1734 എന്നുള്ള ലെവല് HDFC ബ്രേക്ക് ചെയ്യുമെന്നാണ് പൊതുവെ അനലിസ്റ്റുകളൊക്കെ പ്രവചിക്കുന്നത്. പല ഗ്ലോബൽ ബ്രോക്കറേജ് സ്ഥാപനങ്ങളും ഈ ഒരു ബ്രേക്കൗട്ട് പ്രതീക്ഷിക്കുന്നതിൻ്റെ ഒരു സൂചനകളാണ് അവരുടെ റിപ്പോർട്ടുകളിൽ കാണുന്നത്. ഇപ്പോൾ CLSA പോലെയുള്ള ബ്രോക്കേഴ്സ് 40% ഒരു അപ്സൈഡ് മൂവാണ് ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ സ്റ്റോക്ക് ഏകദേശം 2373 എന്ന ഒരു ലക്ഷ്യം സ്റ്റോക്ക് കൈവരിക്കുമെന്നാണ് ചൈനീസ് ബേസ്ഡ് ആയിട്ടുള്ള ഈ CLSA എന്ന ഈ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു ബ്രോക്കറേജ് ഹൗസ് പ്രവചിക്കുന്നത്. കാരണം CLSAയുടെ റെക്കമെൻഡേഷൻസ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വളരെയധികം പ്രാധാന്യത്തോടെ കാണുന്ന ഒരു റെക്കമെൻഡേഷനാണ്. അപ്പോൾ ഈ ആഴ്ചയുടെ തുടക്കത്തിൽ മറ്റൊരു ബ്രോക്കറേജ് ഫേം ആയിട്ടുള്ള ബെൻസ്റ്റീൻ, അതായത് US ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ബ്രോക്കറേജ് ഫേം HDFC ബാങ്കിൽ ഒരു ഔട്ട് പെർഫോമൻസിനുള്ള സാധ്യത ഉണ്ടെന്നും അവരുടെ ടാർഗറ്റ് ഏകദേശം 2100 എന്ന ലെവലിൽ നിശ്ചയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അവർ HDFCയുടെ ഒരു ബിസിനസ്സിനെ പറ്റി പറഞ്ഞത് അടുത്ത 4 വർഷം കൊണ്ട് HDFC ബാങ്ക് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റിയുടെ ആ ഒരു മാർക്കറ്റ് ലീഡിംഗ് പൊസിഷൻ അവർ തിരിച്ചു പിടിക്കുമെന്നാണ് അവരുടെ പ്രവചനം. അപ്പോൾ ഇത്തരത്തിൽ ഗ്ലോബൽ ബ്രോക്കറേജ് ഫേംസ് കൂടാതെ HDFC ബാങ്കിനെ ട്രാക്ക് ചെയ്യുന്ന 41ഓളം അനലിസ്റ്റുകളിൽ 31ഓളം അനലിസ്റ്റുകൾ സ്ട്രോങ് ബൈ റെക്കമെൻഡേഷനാണ് ഈ സ്റ്റോക്ക് നൽകിയതെന്ന് നമുക്ക് ട്രെൻഡ് ലൈൻ പോലെയുള്ള വെബ്സൈറ്റുകളുടെ ഡാറ്റ സൂചിപ്പിക്കുന്നു. കൂടാതെ നമ്മൾ ഗ്രോ, അതുപോലെ ടിക്കറ്റ് ടൈപ്പ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെയുള്ള ഡാറ്റകൾ സൂചിപ്പിക്കുന്നത് 90% ബൈ റേറ്റിംഗ് ആണ് ഈ ഒരു സ്റ്റോക്കിന് നൽകിയതെന്ന് കാണാം. അപ്പോൾ അനലിസ്റ്റുകളുടെയും ബ്രോക്കറേജ് ഹൗസുകളുടെയും ടാർഗറ്റ് ഇങ്ങനെ ഏകോപിപ്പിച്ച് വരുമ്പോൾ നമ്മൾ കരുതുമൊക്കെ ഈ സ്റ്റോക്ക് കണ്ണുമടച്ച് വാങ്ങാമെന്നുള്ളത്. എന്നാൽ അത്തരത്തിലുള്ള ഒരു വാങ്ങൽ അത്ര നല്ല ഒരു റെക്കമെൻഡേഷൻ അല്ല. നമ്മൾ നമ്മുടേതായ ചില പരിശോധനകൾ എപ്പോഴും ആ സ്റ്റോക്കുകൾ നടത്തിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ HDFC ബാങ്കിൻ്റെ ഫണ്ടമെൻ്റൽസ് പരിശോധിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു ഘടകം എന്താ വെച്ചാൽ അതിൻ്റെ സൈസാണ്. 13 ലക്ഷം കോടിയാണ് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്. അപ്പോൾ HDFC ബാങ്കും HDFCയും മേർജ് ചെയ്തപ്പോഴാണ് മൊത്തത്തിലുള്ള ഇവരുടെ ഒരു മാർക്കറ്റ് ക്യാപ്പ് ഇത്രയധികം ഉയർന്നത്. അപ്പോൾ റിലയൻസിന് തൊട്ട് താഴെയായിട്ട് ഇപ്പോൾ ഏറ്റവും അധികം മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയായിട്ടാണ് HDFC നൽകുന്നത്. മറ്റൊരു പ്രത്യേകത, ഈ സ്റ്റോക്കിലെ ഭൂരിഭാഗം ഷെയറുകളും മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ ലഭ്യമാണ്. കാരണം HDFC ബാങ്കിൽ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് 0 ആണ്. അതുകൊണ്ട് തന്നെ ട്രേഡിംഗ് വോളിയം എപ്പോഴും വളരെ കൂടുതലായിരിക്കും. കാരണം അത്രയധികം ഷെയറുകൾ മാർക്കറ്റിൽ കറങ്ങി തിരിയുന്നുണ്ട്. ഇന്നത്തെ ഒരു ട്രേഡിംഗ് വോളിയം നിങ്ങൾ ഏകദേശം മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന മുമ്പുള്ള ഒരു ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ 183 ലക്ഷം ഷെയറുകളാണ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ട്രേഡിംഗ് വാല്യൂ എന്ന് പറയുന്നത് 3153 കോടിയാണ്. അപ്പോൾ ഈ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ഈ സ്റ്റോക്കിന് ഞാൻ പറഞ്ഞു 13 ലക്ഷം കോടിയാണ്. അതിൽ തന്നെ ഈ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപ്പ് അതേപോലെ തന്നെ മാർക്കറ്റ് ക്യാപ്പിനോട് അടുത്ത് തന്നെയാണ്, ഏകദേശം 13 ലക്ഷം തന്നെ. അതിൻ്റെ അർത്ഥം കമ്പനിയുടെ മൊത്തം ഷെയറുകളിലും മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് മാർക്കറ്റിൽ ഇഷ്ടംപോലെ ഷെയറുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിവിടെ കാണാൻ പറ്റും, ഞാൻ ഇപ്പോൾ പറഞ്ഞു ഇവിടെ ട്രേഡിംഗ് വോളിയം 183 ലക്ഷമാണെന്ന് പറഞ്ഞു. അതായത് ട്രേഡിംഗ് വാല്യൂ എന്ന് പറയുന്നത് 3153 കോടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു 100 കോടി ഇവിടെ ഒരു ട്രേഡിംഗ് വോളിയം ഈ സ്റ്റോക്കിൽ നടന്നാൽ അതൊന്നും ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസിനെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതിലും മാർക്കറ്റ് ക്യാപ്പ് കുറഞ്ഞ ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയിലോ മറ്റേതെങ്കിലും കമ്പനിയിൽ ഒരു 100 കോടി വോളിയം ഉണ്ടായാൽ അല്ലെങ്കിൽ സെയിൽസ് നടന്നാൽ തീർച്ചയായും ആ സ്റ്റോക്ക് അപ്പർ സർക്യൂട്ട് അടിക്കും. അപ്പോൾ ഇവിടെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അതിൻ്റെ കാരണം ഇത്രയധികം ട്രേഡിംഗ് ലിക്വിഡിറ്റി ഉള്ളത് കൊണ്ടാണ്.
ഇപ്പോൾ നമ്മൾ വേറൊരു സ്റ്റോക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആ ഒരു ലിക്വിഡിറ്റിയുടെ ആ ഒരു ഭീമാകാരമായ അതിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഉദാഹരണത്തിന് റിലയൻസിൻ്റെ ട്രേഡിംഗ് വോളിയം 26 ലക്ഷമാണ് ഇന്നത്തെ ട്രേഡിംഗ് വോളിയമാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ആ ട്രേഡിംഗ് വാല്യൂ എന്ന് പറയുന്നത് 813 കോടി രൂപയുടെ ട്രേഡിംഗ് വാല്യൂ ആണ് ഇന്ന് മാർക്കറ്റിൽ നടന്നത്. അപ്പോൾ പക്ഷേ നമ്മൾ ആലോചിച്ചത് റിലയൻസിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 21 ലക്ഷം കോടിയാണ്. അതായത് ഏകദേശം HDFCനൊക്കെ ഡബിൾ മാർക്കറ്റ് ക്യാപ്പ് ഈ റിലയൻസിനുണ്ട്. പക്ഷേ റിലയൻസിൻ്റെ ആ ഒരു ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ അത് വെറും 10 ലക്ഷം കോടിയാണെന്ന് കാണാം. അപ്പോൾ ഇവിടെയാണ് HDFCയും റിലയൻസും വ്യത്യസ്തമാകുന്നത്. റിലയൻസിൻ്റെ മേജർ ഷെയറുകളൊക്കെ നമ്മുടെ മുകേഷ് അംബാനി കയ്യിൽ വെച്ചിരിക്കുകയാണ്. 50% കൂടുതൽ ഷെയർ അദ്ദേഹത്തിന് കയ്യിൽ. അതൊരിക്കലും മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ നമുക്ക് കിട്ടുകയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപ്പ് കുറയാൻ കാരണം. അപ്പോൾ ഈ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപ്പ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്റ്റോക്കിൽ ഡിമാൻഡ് വർദ്ധിക്കും. അപ്പോൾ HDFCയുടെ പ്രൈസ് മൂവ് ചെയ്യാത്തതിൻ്റെ ഒരു കാരണം തന്നെ ഇതിന് ഇഷ്ടംപോലെ ഷെയറുകളിൽ മാർക്കറ്റ് അവൈലബിൾ ആയതുകൊണ്ടാണ്. അത് 13 ലക്ഷം മാർക്കറ്റ് ക്യാപ്പും 13 ലക്ഷം തന്നെ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപ്പും ഈ സ്റ്റോക്കിലുണ്ട് എന്നുള്ളതാണ് HDFCയെ അതിൻ്റെ ആ ഒരു ശക്തമായ മൂവ് നമ്മൾ കാണാത്തത്. അപ്പോൾ ഈ സ്റ്റോക്കുകളിൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്നതിൻ്റെ ഒരു തെളിവാണ് റിലയൻസിൻ്റെ ആ പ്രൊമോട്ടർ ഹോൾഡിംഗ് 50% ഉണ്ട് എന്ന്. അപ്പോൾ കൂടുതൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉള്ള കമ്പനികളിൽ സ്വാഭാവികമായിട്ട് ആ കമ്പനിയിൽ പോസിറ്റീവ് ന്യൂസ് വരുമ്പോൾ ആ സ്റ്റോക്കിൽ വമ്പിച്ച മുന്നേറ്റമായിരിക്കും ഉണ്ടാകുക. ഇപ്പോൾ 75% പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉള്ള കമ്പനികളിൽ നമുക്കത് ശരിക്കും കാണാൻ പറ്റും. അവിടെ എന്തെങ്കിലും നല്ല ന്യൂസ് കമ്പനി വിട്ട് വരുമ്പോൾ വമ്പിച്ചൊരു, കാരണം ഷെയറിന് അത്രമാത്രം ഡിമാൻഡ് വർദ്ധിക്കുക, അത്രയും സപ്ലൈ മാർക്കറ്റിൽ ഇല്ലാത്തത് കൊണ്ട് ആ സ്റ്റോക്ക് വമ്പിച്ച മുന്നേറ്റം നടത്തും. എന്നാൽ HDFC പോലെയുള്ള സ്റ്റോക്കുകൾ ഇത് നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പോൾ സ്റ്റോക്കിനെ പറ്റി നല്ല പോസിറ്റീവ് ന്യൂസുകൾ വന്നാലും അതൊരിക്കലും അതിശക്തമായിട്ടുള്ള റാലി നമ്മൾ പെട്ടെന്ന് കാണുകയില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 100 കോടി വാല്യൂവിൽ ഒരു ഷെയർ ട്രേഡ് ചെയ്യപ്പെട്ടാൽ പോലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റും നമുക്ക് HDFCയിൽ കാണാൻ കഴിയില്ല. അപ്പോൾ അവിടെ HDFCയിൽ എന്തെങ്കിലും ഒരു മുന്നേറ്റം വരണമെങ്കിൽ വൻതോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരണം. അതായത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ വലിയൊരു ഇൻഫ്ലോ വരേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഫണ്ട് ഇൻഫ്ലോ ഈ സ്റ്റോക്കിൽ വരുന്നുണ്ടെന്നാണ് കഴിഞ്ഞ ഒരു മാസത്തെ ചാർട്ട് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ HDFC ബാങ്കിൻ്റെ ഷെയർസ് കഴിഞ്ഞ ഒരു മാസം 10% ഒരു അപ്സൈഡ് മൂവാണ് നടത്തിയത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മൂവ് അതിലുണ്ടായി എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. അതായത് MSCI ഇൻഡെക്സുമായി ബന്ധപ്പെട്ട് HDFCൻ്റെ ചില ന്യൂസുകൾ വന്നിരുന്നു. ഇത് MSCI ഇൻഡെക്സ് എന്ന് പറയുന്നത്, അഥവാ മോർഗൻ സ്റ്റാൻലി ക്യാപിറ്റൽ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത് സുപ്രധാനമായ ഒരു ഇൻഡെക്സ് ആണ്. അതായത് എമേർജിംഗ് മാർക്കറ്റ് ഇൻഡെക്സ് ആണിത്. അപ്പോൾ ഈ ഇൻഡെക്സിൽ 3.8% വെയിറ്റേജ് ആണ് ഈ HDFC ബാങ്കിനുള്ളത്. അപ്പോൾ അത് ഒരു 7.2 മുതൽ 7.5% വരെ ഉയരുമെന്നാണ് അൺഒഫീഷ്യൽ റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇൻഡെക്സിൽ ഇതിൻ്റെ വെയിറ്റേജ് വർദ്ധിക്കുമ്പോൾ ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഫണ്ട് മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ സ്വാഭാവികമായിട്ട് HDFCൻ്റെ സ്റ്റോക്ക് കൂടുതലായിട്ട് വാങ്ങേണ്ടി വരും. അപ്പോൾ അത് ആ സ്റ്റോക്കിൽ കൂടുതലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ സാധ്യത ഉണ്ടാവും. അപ്പോൾ ഈ ഓഗസ്റ്റ് മാസമാണ് MSCI ഇൻഡെക്സിൻ്റെ റീബാലൻസിങ് നടക്കുക. അപ്പോൾ അങ്ങനെ ആ റീബാലൻസ് നടക്കുന്ന സമയത്ത് HDFCയിൽ അതിൻ്റെ വെയിറ്റേജ് വർദ്ധിക്കുന്നത് കൊണ്ട് കൂടുതലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അതിലേക്ക് വരുമെന്നും അത് ഏകദേശം 3.2 മുതൽ $3.4 ബില്യൺ വരെ ആകുമെന്നുമാണ്. അങ്ങനെയുള്ളൊരു ഫോറിൻ ഫണ്ടിൻ്റെ ഒരു ഒഴുക്ക് HDFC ബാങ്കിലേക്ക് വരുമെന്നുമാണ് ഈ നൊവാമ ആൾട്ടർനേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട റിസർച്ച് ഫേം ഈ ഒരു വിവരം റിപ്പോർട്ട് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ മൂവ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ വാർത്ത ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് HDFC ബാങ്ക് സൃഷ്ടിച്ചിട്ടുണ്ട്. കൂടാതെ ബാങ്കിൻ്റെ ഒരു മൊത്തത്തിലുള്ള ബിസിനസ്സും നല്ല രീതിയിൽ വളരുന്നതായിട്ടാണ് കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടുകളുമൊക്കെ സൂചിപ്പിക്കുന്നത്. HDFC ബാങ്ക് ഈ HDFC ആയിട്ട് മേർജ് ചെയ്തതിന് ശേഷം സ്വാഭാവികമായിട്ടുണ്ടായിട്ടുള്ള അതിൻ്റെ ഈ ലോൺ ബുക്കുമായി ബന്ധപ്പെട്ട കുറേ അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് ചില പ്രശ്നങ്ങൾ ഇനിയും നോർമലൈസ് ചെയ്യപ്പെടാനുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഈ സ്റ്റോക്കിൽ ഒരു മുന്നേറ്റം കഴിഞ്ഞ ഒരു വർഷം ഉണ്ടാകാതിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് HDFC ബാങ്ക് അതിൻ്റെ പിയേഴ്സുമായിട്ട് നല്ല മത്സരത്തിലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പേയ്സ് ആപ്പ്, അതുപോലെ സ്മാർട്ട് വെൽത്ത് തുടങ്ങിയ ടെക്നോളജിക്കൽ ആപ്പുകൾ പല വിധത്തിലുള്ള ഇന്നോവേഷനിലൂടെ HDFC മുന്നോട്ട് കൊണ്ടുവരികയാണ്. കൂടാതെ അവരുടെ ക്രെഡിറ്റ് കാർഡ് വളരെ അഗ്രസീവായി മാർക്കറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഈ ശക്തമായ ഒരു മാർക്കറ്റ് ഷെയർ ഇവർ ബാങ്കിങ് മേഖലകളിൽ പ്രത്യേകിച്ച് അഡ്വാൻസ് ടെക്നോളജികളിലൊക്കെ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ HDFC ബാങ്കാണ് ഇന്ത്യയിലെ നമ്പർ 1 പ്രൈവറ്റ് ബാങ്ക്. നമുക്ക് അതിൻ്റെ പിയർ കമ്പാരിസണുള്ള ലിസ്റ്റിൽ കാണാൻ പറ്റും. ICICIയെ കടത്തിവെട്ടിയാണ് ഈ ഒരു മേർജറിലൂടെ HDFC ഒരു സ്ഥാനം തിരിച്ചു പിടിച്ചത്. അപ്പോൾ ഈ മേർജർ നടന്നില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ HDFC ICICIന് പിറകിലാവുമായിരുന്നു. അപ്പോൾ മേർജറിലൂടെ ഈ റിസൾട്ട് മൊത്തത്തിലുള്ള ഇവരുടെ റിസൾട്ടുകളൊന്ന് നോർമലൈസ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഈ വരാൻ പോകുന്ന Q1 റിസൾട്ട് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിരിക്കും. അപ്പോൾ Q1 റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന
ആ ഒരു ഇൻ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ വളരെ നിർണായകമാണ്. അത് എത്രമാത്രം ഈ സ്റ്റോക്കിന് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നമുക്ക് അന്നേ പറയാൻ പറ്റുള്ളൂ. കൂടാതെ MSCI ഇൻഡെക്സിൻ്റെ റീബാലൻസ് ഓഗസ്റ്റിൽ നടക്കുന്നതുകൊണ്ട് അതും ഈ സ്റ്റോക്കിനെ വലിയ തോതിൽ എഫക്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് HDFC ഒരു ഫെയർലി വാല്യുവേഷനിലാണ് ലഭിക്കുന്നത്. ഇപ്പോഴുള്ള വാല്യുവേഷൻ വളരെയധികം സേഫാണ്. റിസ്ക് റിവാർഡ് റേഷ്യോയെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു വാല്യുവേഷനാണ് ഇതെന്നാണ് CLSA പോലുള്ള ബ്രോക്കർ ഫേമുകൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകൾ നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തുകൊണ്ട് അപ്പോൾ വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഒരു ബ്രേക്ക് ഔട്ട് നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു അനുമാനത്തിൽ ഇത് വാങ്ങണോ വേണ്ടയോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. കൂടുതലായിട്ടുള്ള പഠനം നടത്തിക്കൊണ്ട് നിങ്ങൾ തീരുമാനം എടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.